നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ദേവൂട്ടി, അപ്പൊ പറഞ്ഞതുപോലെ അമ്മയെ ഞാൻ ഇങ്ങോട്ട് അയക്കും. മോള് കല്യാണത്തിന് റെഡി ആയിട്ടിരിക്കണം കേട്ടോ. ഐ ലവ് യു ചെല്ലം. ദേവൂട്ടി, നല്ല വീടാണല്ലോ, കൊള്ളാം. നല്ല കാം ആൻഡ് കൂൾ ഏരിയ. എവിടെ പോകുന്നു? നീ എന്തായി കാണിക്കുന്നേ? അല്ലേ, കയ്യെ പിടിച്ചെന്ന് കരുതി ഇവിടെ ഇപ്പൊ തന്നെ കെട്ടിക്കൊണ്ട് പോകുന്നൊന്നുമില്ല. എല്ലാം ആചാരപ്രകാരം മതി. ആ അല്ല, പിന്നെ ഈ അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പം ദേവൂട്ടിക്കും കല്യാണം ആവാം. എന്റെ അമ്മയെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞുവിടാം. എല്ലാരും ചേർന്ന് ആലോചിച്ച് ഏറ്റവും അടുത്തൊരു മുഹൂർത്തം നിശ്ചയിക്കാം. അന്ന് ഞാൻ ഇവളുടെ കഴുത്തിൽ താലി കെട്ടി എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. താൻ എന്താണ് കാണിച്ചേ? പ്രായമായ ഒരു മനുഷ്യനെന്ന് തനിക്ക് അറിഞ്ഞൂടെ? പ്രായമായ മനുഷ്യര് ഇരിക്കേണ്ടടുത്ത് ഇരിക്കണം, മനസ്സിലായോ? താൻ ആരാടോ മര്യാദക്ക് താമസിക്കുന്നവരുടെ വീട്ടിൽ വന്നും തോന്നിവാസം കാണിക്കുന്നു? അത് ചോദിക്കാൻ നമ്മളാരാണാവോ? ഞാൻ അവിനാശ്. അവിനാശ്? ആ അവിനാശ്. അയ്യോ അവിനാശേ, ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടരുത് കേട്ടോ. എന്റെ നേരെ നാവ് ഉയർത്തിയാലുണ്ടല്ലോ തീർത്തു കളയുന്നില്ല ഞാൻ. എടാ, എന്റെ പേര് ഇപ്പൊ തന്നെ 32 കേസുണ്ട്. ഇനി നിന്റെ കൂടെ ചേർത്ത് 33 ആക്കരുത്. എന്റെ നേരെ കൈ ഉയർത്തി ഒരുത്തനെ ഞാൻ വെറുതെ വിട്ട ചരിത്രമില്ല. പോടാ.
പോയി എല്ലാരോടുമായിട്ട് പറയാ, ഇതില് കയറി ആരും ഇടപെടരുത്. ഈ നിൽക്കുന്ന ദേവിക എന്റെ പെണ്ണ, കേട്ടല്ല? ഇവളുടെ കാര്യത്തിൽ ആരെങ്കിലും ഇടപെടാൻ വന്നാൽ ഇപ്പൊ കണ്ടല്ലോ, ഇതിനേക്കാൾ കടുപ്പമായിരിക്കും ഓരോരുത്തരും അനുഭവിക്കേണ്ടി വരിക. ഒരുത്തനും സമാധാനത്തോടെ അവനവന്റെ വീട്ടിൽ കിടന്ന് ഉറങ്ങില്ല. പറഞ്ഞു കേട്ടല്ലോ? എല്ലാവർക്കും പറഞ്ഞു മനസ്സിലായില്ലേ? ഇനി എന്ത് കാണാൻ നിൽക്കുക? പോയിനല്ല വീടുകളിൽ. പോ. അമ്മേ വാ പോവാം. വിളിച്ചോണ്ട് പോടാ. ദേവൂട്ടി, അപ്പൊ പറഞ്ഞതുപോലെ അമ്മയെ ഞാൻ ഇങ്ങോട്ട് അയക്കും. മോള് കല്യാണത്തിന് റെഡി ആയിട്ടിരിക്കണം കേട്ടോ. ഐ ലവ് യു ചെല്ലം. ഐ ലവ് യു. എന്താ എന്താ ഇവിടെ ഉണ്ടായേ? എന്തിനാ ദേവി നീ കരയുന്നേ? എന്താ പ്രശ്നം? ഞാൻ അടുക്കളയിൽ നിന്നപ്പോ ഇവിടെ പുറത്ത് ബഹളമൊക്കെ കേട്ടല്ലോ. എന്താ മുത്തച്ഛ, എന്താ പ്രശ്നം? എന്തിനാ ദേവിക കരയുന്നേ? അമ്മേ, എന്താ ഇവിടെ ഉണ്ടായേ? ഇവളെന്തിനാ കരയുന്നേ? ആ ഭദ്രൻ, ആ പരമദുഷ്ടൻ അവനോട് വന്നിരുന്നു. എന്നിട്ട് അവൻ ഇവിടെ വല്ലതും ചെയ്തോ? അങ്ങനെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. ഉപദ്രവിച്ചില്ലേ? നിന്റെ കണ്ണത് അപാനത്തായിരുന്നു. അവനവളുടെ കൈ കീറി പിടിച്ചു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.